വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തനിക്കെതിരെ മോശം പ്രചരണം നടത്തിയവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട് എന്ന് പോലീസ് ആഭ്യന്തരമന്ത്രിയോട് കളവ് പറഞ്ഞതിനെ തുടർന്നാണ് നടി അൻസിബ ഹാസൻ രംഗത്ത് വന്നത്. നടിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. പാലാരിവട്ടം പോസ്റ്റ് പ്രതികളെ സഹായിക്കാനുള്ള തെളിവുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയതായും അൻസിബ തുടർന്ന് പറയുകയായിരുന്നു. നടി പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ ബഹുമാനിക്കപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ വിളിച്ചത് തന്റെ പരാതികൾ FIR രജിസ്റ്റർ ചെയ്യണം എന്ന് ആവശ്യപ്പെടാനല്ല, മറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ തടയാൻ അടിയന്തരമായി ഇടപെടണം എന്ന അഭ്യർത്ഥനയോട് തന്നെയാണ്. ആ വീഡിയോയുടെ മുഴുനീള പതിപ്പ് ഉടനെ തന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബിലും സംരക്ഷണം ചെയ്യുന്നതെന്ന് തടയാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വിളിച്ചത്. അല്ലാത്ത പക്ഷം എന്റെ മൗനത്തിന് തിരുത്താനാവാത്ത വിധം വലിയ നഷ്ടമുണ്ടാകുന്ന ആശങ്കയും താൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാൽ കേസിൽ FIR ഇട്ടിട്ടുണ്ട് എന്ന് പോലീസ് ആഭ്യന്തരമന്ത്രിയോട് കളവ് പറയുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലും ആശ്വാസം കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികൾ ആ മുഴുനീള വീഡിയോ യൂട്യൂബിലൂടെ പരസ്യമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പോലീസ് അതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാതെ പ്രതികൾ താൻ താമസിച്ചിരുന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് പാലാരിവട്ടം പോസ്റ്റ് അന്വേഷണം നടത്തിയതും പ്രതികളെ സഹായിക്കാനുള്ള തെളിവുകൾ വേണ്ടിയായിരുന്നു. അവിടെ നിന്ന് അനുകൂലമായ ഒന്നും ലഭിക്കാത്തത് ഉറപ്പായപ്പോഴാണ് അത് വെറുമൊരു മാനനഷ്ട കേസ് മാത്രമാണെന്ന് വരുത്തി തിരുത്തി പരാതി എഴുതിത്തള്ളാൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നും അൻസിബ പറയുന്നു. ഇതേ പ്രതി നൽകിയ ഒരു വ്യാജ പരാതിയുടെ പുറത്താണ് തൃപ്പൂണിത്തുറ വനിതാ സ്റ്റേഷനിൽ വെച്ചാണ് എന്നെക്കൂടി നിർബന്ധിതമായി മാപ്പ് എഴുതി വാങ്ങിപ്പിക്കുന്ന കാര്യം ആരും മറന്നു പോകരുത്. കാക്കിക്കുള്ളിൽ നിങ്ങൾ ആരെയും നിയമപരമായി നിങ്ങളുടെ സഹായവും സംരക്ഷണവും എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നത്. നീതി ലഭിക്കുന്നതുവരെ ആ വാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കും എന്നും അൻസിബ കുറിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ യൂട്യൂബ് ചാനലുകളുടെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ അൻസിബ നൽകിയ പരാതി മാനനഷ്ട കേസ് മാത്രമാണ് എന്നാണ് പാലാരിവട്ടം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തത്. അതിനെതിരെയും നടി പ്രതികരിച്ച് എത്തിയിരുന്നു. എന്നെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന്റെയും പരമാവധി എത്തിച്ചിട്ടുണ്ട് എന്നും അൻസിബ ഇതിനോടകം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പല പ്രമുഖരും ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് എന്നും പല പ്രമുഖർ സിനിമാ നടന്മാരുടെ എല്ലാം തന്നെ അറിവോടുകൂടി തന്നെ ഇക്കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പ്രമുഖ താരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ്സ് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.